ഹായ് ഗൈസ്, കോംടെക് സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അമൽദേവ്. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ടോഷിബയുടെ ഡൈനാബുക്ക് എന്ന ലാപ്ടോപ്പിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടോഷിബ ഡൈനാബുക്ക് പോർച്ചുഗേ X30 ലാപ്ടോപ്പ്. i7 8 ക്വാഡ് കോർ പ്രോസസ്സർ വരുന്ന മോഡലാണിത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാപ്ടോപ്പ്, ചാർജർ, USB Type-C അഡാപ്റ്റർ ടു VGA ആൻഡ് LAN കൺവെർട്ടർ കൂടി വരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജർ, ടോഷിബയുടെ ചാർജർ തന്നെയാണ്. ചാർജർ, പവർ കോഡ്, ഈ ലാപ്ടോപ്പ് വളരെ ലൈറ്റ് വെയ്റ്റും വളരെ തിന്നുമാണ്. ഓക്കെ, ഇതിന് ഏതൊക്കെ പോർട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. ഒരു USB പോർട്ട് വരുന്നുണ്ട്, ഒരു ഇയർഫോണിൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് വരുന്നത് ഒരു HDMI പോർട്ട്, 2 Type-C പോർട്ട്, ഒരു SSD പോർട്ട്. സാധാരണ SSD നമുക്ക് നേരിട്ട് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും പോർട്ടാണ് ഇതിന് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ തിന്നും വളരെ ലൈറ്റ് വെയ്റ്റുമാണ് ഈ ലാപ്ടോപ്പ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 1.05 kg, അത്ര വെയിറ്റ് വരുന്നുള്ളൂ. അതായത് 1 kg. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് ടച്ച് പാഡിൽ തന്നെയാണ്. പവർ ഓൺ ചെയ്യാം. ഓക്കെ, Dynabook. ഓക്കെ, സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ടച്ച് സ്ക്രീനാണ്. 13.3 inches ഫുൾ HD ആൻറ്റി ഗ്ലെയർ ടച്ച് സ്ക്രീനാണ് ഇതിൻ്റെ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് 512 GB M.2 SSD ആണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇങ്ങനെയാണ്. i7 8 ക്വാഡ് കോർ പ്രോസസ്സറാണ്, 8 GB റാം വരുന്നുണ്ട്. പിന്നെ 512 GB M.2 SSD, 13.3 inch ഫുൾ HD ആൻറ്റി ഗ്ലെയർ ടച്ച് സ്ക്രീനാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 Pro ആണ്. അത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കീബോർഡും മൗസ് പാഡൊക്കെ. ഇത് സ്പിൽ റെസിസ്റ്റൻ്റ് കീബോർഡാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ലൈറ്റ്, ഈ കീബോർഡിന് ബാക്ക് ലൈറ്റും ഉണ്ട്. കീബോർഡ് വളരെ സ്മൂത്താണ്. ഈ കാണുന്ന ബ്ലൂ കീ അത് മൗസ് പോയിൻ്റർ തന്നെയാണ്. ഇത് വെച്ച് നമുക്ക് മൗസ് പോലെ തന്നെ ഉപയോഗിക്കാം. ഈ ട്രാക്ക് പാഡിൽ തന്നെ റൈറ്റും ലെഫ്റ്റും കീസ് ഉള്ള പോലെ അതിൻ്റെ ട്രാക്ക് പാഡിൻ്റെ മേളിൽ കാണുന്ന രണ്ടും അതും സ്വിച്ചസ് തന്നെയാണ്. അതായത് മൗസ് പോയിൻ്ററും ലെഫ്റ്റ് റൈറ്റ് സ്വിച്ചസ് അഡീഷണൽ ആയിട്ടുണ്ട്. ട്രാക്ക് പാഡിൽ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ മേളിൽ തന്നെ വേറെ.
പിന്നെ ട്രാക്ക് പാഡിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ട്രാക്ക് പാഡിൽ തന്നെയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ സ്പീക്കേഴ്സ് ഹാം ആൻഡ് കാർഡൻ സ്പീക്കേഴ്സ് വിത്ത് DTS സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ ക്വാളിറ്റി സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇതിൽ നിന്ന്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുവാണെങ്കിൽ 3 സെൽ ബാറ്ററിയാണ് വരുന്നത്. അപ് ടു 14 hours ആണ് ടോഷിബ ഇതിന് പറയുന്ന ബാറ്ററി ബാക്കപ്പ്. ഇതൊക്കെയാണ് ഡൈനാബുക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.